മുഖ്യമന്ത്രിക്കെതിരായ കത്തിൽ ചെന്നിത്തലയുടെ രാജി ആവശ്യപ്പെടാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചു എന്ന വാർത്തകളാണ് പുറത്തെത്തുന്നത്. മുഖ്യമന്ത്രി ഇക്കാര്യം KPCC നേതൃത്വത്തെ തന്നെ അറിയിച്ചു. പ്രമുഖ എ ഗ്രൂപ്പ് നേതാക്കളെയും ഇക്കാര്യം അറിയിച്ചിരിക്കുന്നു. ഒപ്പം കത്തിന്റെ പിതൃത്വം ചെന്നിത്തല ഏറ്റെടുക്കാത്തത് രാജിഭയത്തെ തുടർന്നാണ് എന്ന വിലയിരുത്തലും നിലവിലുണ്ട്. ഇപ്പോൾ ഇതിന്റെ വിവരങ്ങളുമായി KG ദിനകർ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ദിനകർ, അതായത് ഈ കത്തിൻ്റെ പിതൃത്വം നേരത്തെ ജേക്കബ് ജോർജ് പറഞ്ഞു നിർത്തിയത് നിരീക്ഷിച്ചതിൻ്റെയും ഒരു ഘട്ടം അങ്ങനെയാണ്, മറ്റൊരു ഘട്ടം ഒരുപക്ഷെ മറ്റൊന്നാണെങ്കിൽ പോലും ഒരു ഘട്ടം, അതായത് ഇങ്ങനെ ചെന്നിത്തല തൻ്റെ കത്തിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാത്തത് കാലം മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങാനാകില്ല എന്നാണ് ജേക്കബ് ജോർജ് നിരീക്ഷിച്ചത്. തീർച്ചയായും പുറത്തെത്തുന്ന വാർത്ത എങ്ങനെയാണ്? മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ടിരിക്കുന്നു. KPCC നേതൃത്വത്തിൻ്റെ കൂടി പിന്തുണ ഈ വിഷയത്തിൽ ഉണ്ട് എന്നാണോ പുറത്തെത്തുന്ന വാർത്തകളുടെ ധ്വനി? എന്തൊക്കെ വിശദാംശങ്ങൾ? അജിംഷാദ്, കത്ത് വിവാദം കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണ്. അത് ഇന്നലത്തേതിൽ നിന്നും ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുമ്പോൾ അത് കൂടുതൽ രൂക്ഷമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആഭ്യന്തരമന്ത്രിയുടെ രാജി ആവശ്യപ്പെടാൻ പോലും തീരുമാനിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. കാരണം മുഖ്യമന്ത്രിയിൽ ആഭ്യന്തരമന്ത്രി അവിശ്വാസം കത്തിലൂടെ പ്രകടിപ്പിച്ചു. അത് ഹൈക്കമാൻഡിന് അയച്ചു നൽകുന്നു. അത്തരത്തിൽ ഒരു മന്ത്രിയെ വച്ചുകൊണ്ട് എങ്ങനെ മുഖ്യമന്ത്രിക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള ചോദ്യം ഉയർന്നിടത്തായിരുന്നു മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയുടെ രാജി ആവശ്യപ്പെടാൻ തീരുമാനിച്ചത്. ഇക്കാര്യം അദ്ദേഹം പ്രമുഖ എ ഗ്രൂപ്പ് നേതാക്കളുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇക്കാര്യം KPCC നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് ആഭ്യന്തരമന്ത്രി ഈ കത്ത് തൻ്റേതല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. അതല്ലായിരുന്നുവെങ്കിൽ രാജി ആവശ്യപ്പെട്ടാൽ ചെന്നിത്തലയ്ക്ക് രാജിവെക്കുകയല്ലാതെ മറ്റ് നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ എത്തിച്ചേരും. കാരണം ഐ ഗ്രൂപ്പ് എന്നുള്ള നിലയിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ ചെന്നിത്തലയ്ക്ക് ഇപ്പോഴും കഴിയാത്ത ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിനുള്ള പിന്തുണ വലിയ തോതിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കും. പിന്നീട് രാജിയല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരും. എന്തായാലും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇന്നലെ രാജി ആവശ്യപ്പെടാൻ അല്ലെങ്കിൽ ഉടൻ തന്നെ രാജി ആവശ്യപ്പെടാൻ തീരുമാനിച്ചിരുന്നു. ഇക്കാര്യം KPCC നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിലാണ് കത്ത് താൻ എഴുതിയതല്ല എന്ന ശക്തമായ നിലപാടുമായി KPCC ആഭ്യന്തരമന്ത്രി രംഗത്ത് എത്തുകയും ചെയ്തിരിക്കുന്നത്. ഇത് വളരെ കൃത്യമാണ്. കാരണം മുഖ്യമന്ത്രിക്കെതിരെ അതോടൊപ്പം തന്നെ KPCC നേതൃത്വത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു കത്താണ് ഇത്. അത് സർക്കാരിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒന്നാണ് എന്നതും സംശയമില്ല. ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും ഹൈക്കമാൻഡ് ഇടപെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല പാർട്ടിക്കുള്ളിൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധി നിലനിൽക്കുകയും ചെയ്യുന്നു. കത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം എന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ ഇപ്പോൾ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു. സ്വാഭാവികമായും വളരെ എളുപ്പം ഇവർക്ക് ഇക്കാര്യത്തിൽ ഈ കത്തിൻ്റെ ആധികാരികത, ഈ കത്തിൻ്റെ പിതൃത്വം പരിശോധിക്കാൻ കഴിയുന്നതേയുള്ളൂ. കാരണം ഹൈക്കമാൻഡുമായി ഇടപെട്ടുകൊണ്ട് കേരളത്തിലെ ഈ പ്രതിസന്ധി, ഈ പ്രശ്നം അവതരിപ്പിച്ചാൽ സ്വാഭാവികമായും ഈ കത്തിൻ്റെ ഉറവിടം എവിടെ എന്ന് മനസ്സിലാക്കാൻ കഴിയും. അത്തരത്തിലൊരു കത്ത് ലഭിച്ചിട്ടില്ല എന്ന് ഹൈക്കമാൻഡ് വ്യക്തമാക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ആ പ്രശ്നം അവിടെ തീരും. പക്ഷേ അത്തരത്തിൽ മാത്രമല്ല, നമുക്ക് മുന്നിൽ നിൽക്കുന്ന മറ്റൊരു വസ്തുത, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പശ്ചാത്തലത്തിൽ അതിന് പിറ്റേ ദിവസം തന്നെ ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയ കാര്യം, തൊലിപ്പുറത്തുള്ള ചികിത്സ കൊണ്ട് കോൺഗ്രസിലെ UDF-ലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുകയില്ല എന്ന് അദ്ദേഹം അന്ന് വ്യക്തമാക്കിയിരുന്നു. ആ ഒരു പശ്ചാത്തലം കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ കത്തിലെ അന്തസത്ത അതുമായി യോജിച്ച് നിൽക്കുന്നതാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അജിംഷാദ്, തീർച്ചയായും പീപ്പിൾ TV പുറത്തുവിട്ട ആ കത്തിന്റെ പകർപ്പ്, രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിന് എഴുതിയ കത്തിന്റെ പകർപ്പ് ഇപ്പോൾ സജീവമായ വിവാദങ്ങളിലേക്കാണ് നയിക്കുന്നത്. ചെന്നിത്തലയുടെ രാജി പോലും ആവശ്യപ്പെടുന്നതിലേക്ക് ഉമ്മൻചാണ്ടി തയ്യാറായിരുന്നു. ചെന്നിത്തല ഇതിന്റെ പിതൃത്വം ഏറ്റെടുക്കാത്തതും ആ ഭയം മൂലമാണ്. ഒപ്പം KPCCയുടെ പിന്തുണയും ഈ വിഷയത്തിലുണ്ടാകുന്നു. എ ഗ്രൂപ്പും ഉറച്ച് ഉമ്മൻചാണ്ടിക്ക് പിന്നിൽ അണിനിരക്കുന്നു. ഇത്തരം കാര്യങ്ങളാണ് കത്തുമായി ബന്ധപ്പെട്ട് പീപ്പിൾ TV പുറത്തുവിട്ട വാർത്തയുടെ വിവാദങ്ങളായി രൂപം കൊണ്ടിരിക്കുന്നത്.